നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമുക്ക് അറിയുന്നത് പോലെ കോവിഡ് കാലം വരെ നമ്മുടെ രാജ്യത്ത് രണ്ട് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നുകിൽ നിങ്ങൾ റെഗുലറായിട്ട് ഒരു കോളേജിൽ പോയിട്ട് ഫുൾ ടൈം പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ, അതല്ലെങ്കിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ, അതായത് വിദൂര വിദ്യാഭ്യാസം എന്നുള്ള രണ്ടാമത്തെ മോഡ്. എന്നാൽ 2021 മുതൽ നമ്മുടെ രാജ്യത്ത് മൂന്നാമത്തെ ഒരു മോഡ്, അതായത് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു അവസരം കൂടി ലഭ്യമായിട്ടുണ്ട്. ഓർക്കുക, സെലക്ട് ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓൺലൈനിലൂടെ എടുക്കുന്ന ഡിഗ്രികൾ, അത് അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും, അത് റെഗുലർ പഠനത്തിന് ഇക്വലന്റ് ആയിട്ട് UGC അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ മൂന്നാമത്തെ മോഡ്, അതായത് ഓൺലൈനിലൂടെയുള്ള ഡിഗ്രി PG പഠനം, അതിൻ്റെ 10 അഡ്വാൻറ്റേജുകളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, എവിടെ ഇരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാം, അങ്ങനെയൊക്കെയുള്ള പല അഡ്വാൻറ്റേജുകൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ കുറഞ്ഞ ഫീസിൽ പഠിക്കാം എന്നുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ടെങ്കിലും, അതിലുപരി നാം അറിയാത്ത പല ബെനിഫിറ്റ്സ് കൂടെയുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ഫൈനൽ ഇയർ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഫൈനൽ സെമിസ്റ്ററിൽ ഒരു പക്ഷേ PGക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞേക്കാം. അതല്ലെങ്കിൽ ഒരു ഡിഗ്രി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഓൺലൈനിൽ മറ്റൊരു ഡിഗ്രിയോ PGയോ ഒക്കെ പഠിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ ഈ ഓൺലൈൻ എഡ്യൂക്കേഷനുള്ള 10 ബെനിഫിറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു കഴിയുമ്പോൾ ഞാനുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന്, അല്ലെങ്കിൽ ഈ മേഖലയിൽ ഒരു കരിയർ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ചില അവസരങ്ങൾ, അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന ഫീസിനേക്കാൾ കുറഞ്ഞ ഫീസിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു സ്കോളർഷിപ്പോടെയൊക്കെ പഠിക്കുന്നതിനുമൊക്കെയുള്ള ചില അവസരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം. ഇതൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ ആദ്യത്തെ 2 ബെനിഫിറ്റ്സ് ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, എനി ടൈം എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. 2, എനിവെയർ യു ക്യാൻ സ്റ്റഡി എന്നുള്ളതാണ്. എനിവെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പം ഒരു റെഗുലർ ഒരു പഠനമാണെങ്കിൽ നമ്മൾ ആ കോളേജിൽ പോയി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവർ മെറ്റീരിയലൊക്കെ നമുക്ക് അയച്ചു തരും, വീട്ടിലിരുന്ന് പഠിക്കാം. എന്നാൽ പരീക്ഷ എഴുതുന്നതിനും അല്ലെ അഡ്മിഷൻ എടുക്കുന്നതിനും ഒക്കെ അതാത് സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പം തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റി ഒക്കെയാണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അപ്പം ഈ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം. ഇന്ത്യയിൽ പോലും കാണണമെന്നില്ല, വിദേശത്തുള്ളവർക്കുമൊക്കെ ഓൺലൈനിലൂടെ പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം എനിവെയർ യു ക്യാൻ ജോയിൻ ദീസ് കോഴ്സസ് എന്നുള്ളതാണ്. രണ്ടാമത്തെ, എനി ടൈം എന്നുള്ളതാണ്. അതായത് ഇപ്പം അഡ്മിഷൻ, നമുക്കറിയാം സാധാരണഗതിയിൽ ഓൺലൈൻ ഡിഗ്രി PG കോഴ്സുകൾക്ക് 2 ഇൻടേക്ക് ആണുള്ളത്. റെഗുലർ ആകുമ്പോഴത്തേന് ഒരു ജൂൺ ജൂലൈയിലുള്ള ഒറ്റ ഇൻടേക്കേ ഉള്ളെങ്കിൽ ഓൺലൈനിൽ 2 ഇൻടേക്ക് ഉണ്ട്. ഒന്ന് ജനുവരി ഇൻടേക്ക് എന്നും മറ്റേത് ജൂൺ ജൂലൈ ഇൻടേക്ക് എന്നും വിളിക്കും. എന്നാൽ ജനുവരി ഇൻടേക്ക് ആണെങ്കിൽ പോലും, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മാർച്ചിലാണ്, ഒരു പക്ഷേ മാർച്ച് എൻഡ് വരെ അത് ഓപ്പൺ ആയിരിക്കും. ഇനി ജൂൺ ജൂലൈ ഇൻടേക്ക് ഒരു പക്ഷേ സെപ്റ്റംബർ ഒക്ടോബർ വരെ ഓപ്പൺ ആയിരിക്കും. ഇനി ആ സമയത്തല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനിടയിലൊക്കെ ഈ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ എനി ടൈം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നമുക്കറിയാം, റെഗുലറും അല്ലെ ഡിസ്റ്റൻസും ഒക്കെ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിക്കും. ആ ദിവസത്തിൽ തന്നെ നമ്മൾ പരീക്ഷ എഴുതണം. എന്നാൽ ഈ ഓൺലൈൻ ഡിഗ്രിക്ക് ചില യൂണിവേഴ്സിറ്റികൾ ഓൺ ഡിമാൻഡ് എക്സാംസ് അനുവദിക്കുന്നുണ്ട്. അതായത് നമ്മൾ പഠിച്ച് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് എക്സാംസ് ഡിമാൻഡ് ചെയ്യാം. ആ ദിവസങ്ങളിൽ, അതായത് നമ്മുടെ സൗകര്യമുള്ള ദിവസങ്ങളിൽ എക്സാംസ് എഴുതുന്നതിനുള്ള അവസരങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ക്ലാസ്സുകൾ ഈ ഓൺലൈൻ ഡിഗ്രിക്ക് പലപ്പോഴും വീക്കെൻഡ്സിലായിരിക്കും, പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേ, അതും ഈവനിങ്ങിലായിരിക്കും. അപ്പോൾ ജോലി ചെയ്യുന്നവരും മറ്റു തിരക്കുകളുള്ളവർക്കൊക്കെ ഈവനിങ്സിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഇനി അത് മിസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ കണ്ട് പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം ആദ്യത്തെ 2 ബെനിഫിറ്റ്സ് എനി ടൈം എന്നുള്ളതാണ്. രണ്ടാമത്തേത് എനിവെയർ, ലോകത്ത് എവിടെ നിന്നാണെങ്കിലും പഠിക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഈസി പ്രോസസ്സുകളാണ് എന്നുള്ളതാണ്.
അഡ്മിഷന്, എക്സാം, എല്ലാ കാര്യങ്ങളും പൊതുവെ എളുപ്പകരമാണ് എന്നുള്ളതാണ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഉദാഹരണത്തിന് ഇപ്പൊ എക്സാം, ഈ ഓൺലൈനിൽ എക്സാംസ് നിങ്ങൾക്കൊരു 40 മാർക്സോളം, അത് യൂണിവേഴ്സിറ്റികൾ അനുസരിച്ച് മാറും എങ്കിലും ഒരു 40 മാർക്കുകളോളം നിങ്ങൾക്ക് അസൈൻമെന്റുകൾ എഴുതി ലഭ്യമാകും. ബാക്കിയുള്ള 60 മാർക്കായിരിക്കും എക്സാംസിലൂടെ ലഭ്യമാകുന്നത്. അതിലും പല കേസുകളിലും കൂടുതലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ വാരി വലിച്ചൊന്നും എഴുതേണ്ട കാര്യമില്ല, ഒറ്റ വാക്കിലൊക്കെ ഉത്തരം എഴുതി നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈസി എന്ന് ഞാൻ സൂചിപ്പിക്കാനായിട്ട് കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ഡിഗ്രിയൊക്കെ പരീക്ഷ എഴുതുന്നതിൽ നല്ലൊരു പങ്ക് ആൾക്കാരും വിജയിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ഫാക്റ്റാണ്. അതേപോലെ അഡ്മിഷൻ പ്രോസസ്സും വളരെ ഈസിയാണ് എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഉദാഹരണത്തിന് ഇവിടെ എൻട്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്ലൈ ചെയ്യുന്നവർക്കെല്ലാം അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് എലിജിബിലിറ്റി കാണണം എന്ന് മാത്രം. എലിജിബിലിറ്റിയും പൊതുവെ സിമ്പിളാണ്. ഉദാഹരണത്തിന് AICT കോഴ്സുകളാണെങ്കിൽ, ഇപ്പോൾ MBA MC ഒക്കെയുള്ള AICT പ്രോഗ്രാംസ് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 50%, ഇപ്പം PG ആണെങ്കിൽ ഡിഗ്രിക്ക് 50% മാർക്ക് നേടണം. എന്നാൽ SC ST-കാർക്ക് 45% മാർക്ക് കിട്ടിയാൽ മതിയാവും. ഇനി AICT പ്രോഗ്രാം അല്ലെങ്കിൽ ഇപ്പൊ MA MCOM ഇങ്ങനത്തെയൊക്കെയുള്ള കോഴ്സുകളാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് ജയിച്ചെങ്കിൽ പോലും നിങ്ങൾക്ക് PGക്ക് അഡ്മിഷൻ കിട്ടും. അപ്പം പൊതുവെ ഈസിയാണ് ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്, എക്സാംസ്, അങ്ങനെയുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നാലാമത്തെ ഒരു ഫാക്ടർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കൺവീനിയൻസ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് അല്ലെ പരീക്ഷ എഴുതാനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒന്നും ഒരിടത്തും പോകേണ്ട കാര്യമില്ല, ട്രാവലൊന്നും വേണ്ട. വീട്ടിലിരുന്നുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പരീക്ഷ എഴുതാനും അഡ്മിഷൻ എടുക്കാനും ഒക്കെ കഴിയും എന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. രണ്ടാമത്തെ, അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ് അറ്റൻഡൻസ്. ഒന്നും വലിയ ഒരു പ്രശ്നമല്ല, മാൻഡേറ്ററി അല്ല എന്നുള്ള ഒരു ഗുണം കൂടിയുണ്ട്. നമുക്കറിയാം, മറ്റ് റെഗുലർ പഠനത്തിനൊക്കെ ആണെങ്കിൽ 75% അറ്റൻഡൻസ് നിർബന്ധമാണ് എന്നുള്ള കാര്യം. എന്ന് മാത്രവുമല്ല, ഈ ഓൺലൈൻ ഡിഗ്രികൾ ഇപ്പോഴും 3 ഇയറിൽ തന്നെയാണ് ലഭ്യമാകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ഡിഗ്രി, ഒരു BAയോ BComോ BBAയോ BCO ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 ഇയർ പ്രോഗ്രാംസ് ആണ്, FIUGP എന്ന് പറയും, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്. പക്ഷെ ഇപ്പോഴും ഈ ഓൺലൈൻ ഡിഗ്രികളെല്ലാം 3 ഇയർ ആണ് എന്നുള്ള ഒരു മെച്ചമുണ്ട് എന്ന് മനസ്സിലാക്കുക. അഞ്ചാമതായിട്ട് ഒരു ബെനിഫിറ്റ് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഞാൻ മുൻപ് പറഞ്ഞ ഒരു കാര്യമാണ്. ഓൺലൈൻ ഡിഗ്രികൾ റെഗുലർ വിദ്യാഭ്യാസത്തിന് തുല്യമായിട്ട് UGC അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എല്ലാ ഓൺലൈൻ ഡിഗ്രികളുമല്ല, UGC അംഗീകരിച്ചിട്ടുള്ള സെലക്ട് ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ പ്രോഗ്രാംസ് അത് റെഗുലർ പഠനത്തിന് തുല്യമായിട്ട് UGC അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഹയർ സ്റ്റഡിക്കോ അല്ലെ വിദേശത്ത് പോകുന്നതിനോ ഗവൺമെന്റ് ജോലി നേടുന്നതിനോ ഒന്നും ഓൺലൈൻ ഡിഗ്രി ഒരു തടസ്സമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ തന്നെ ഫ്രണ്ട് പേജിൽ റെഗുലർ ഡിഗ്രിയുടെ തന്നെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭ്യമാവുക. ബാക്ക് സൈഡിൽ മോഡ് ഓൺലൈൻ ഡിഗ്രി എന്ന് സൂചിപ്പിക്കും എന്ന് മാത്രം. അപ്പം വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് സൂചിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോഴും ശ്രദ്ധിക്കുക, എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അല്ല, UGC അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ ഡിഗ്രിക്ക് മാത്രമാണ് ഈ വാലിഡിറ്റി ഉള്ളത്. ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ഡിഗ്രികൾ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പം ഞങ്ങളുടെ ടീമിൽ നിന്ന് ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും കരിയർ ഗൈഡൻസ് സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, ഡൗട്ട് ക്ലിയറൻസ് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതിന് അവരെ മാർഗങ്ങൾ സൂചിപ്പിക്കും. മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഈ അറ്റ് എ ടൈം നിങ്ങൾക്ക് റെഗുലർ പഠനത്തോടൊപ്പം വേണമെങ്കിൽ ഒരു ഓൺലൈൻ ഡിഗ്രി എക്സ്ട്രാ സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പം ഒരു BA പഠിക്കുന്ന ഒരാൾക്ക് ഒരു BBAയും കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ പഠനത്തോടൊപ്പം ഓൺലൈനിൽ ഒരു BBA ഒരു കോഴ്സ് പഠിക്കുവാനായിട്ട് കഴിയും. അത് വാലിഡ് ആണ് എന്ന് മാത്രവുമല്ല, മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൈനൽ സെമസ്റ്ററിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് ഓപ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും. അവിടെ പഠനം ആരംഭിക്കുന്നതിനും അവസരങ്ങൾ ഓൺലൈൻ ഡിഗ്രി നൽകുന്ന യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതും മറ്റൊരു അഡ്വാൻറ്റേജാണ്. മറ്റൊരു വലിയ ബെനിഫിറ്റ് ഉള്ളത് ആഡ് ഓൺസ്
അല്ലെങ്കിൽ ഇലക്റ്റീവ്സ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷന് ഒക്കെ കൂടുതൽ ലഭ്യമാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പലപ്പോഴും റെഗുലറായിട്ട് ഒരു കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ എക്സ്ട്രാ കാര്യങ്ങൾ ഈ ഓൺലൈൻ ഡിഗ്രികൾ, ചില ഡിഗ്രികൾക്ക് ചില യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ റെഗുലറായിട്ട് നമ്മൾ പോയാൽ നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലും ഒരു MBA പഠനത്തിന് 4 സ്പെഷ്യലൈസേഷനാണ്. ഒന്ന് ഫിനാൻസ്, മറ്റൊന്ന് മാർക്കറ്റിംഗ്, പിന്നെ ഒരുപക്ഷെ ഓപ്പറേഷൻസ്, HR, ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലൈസേഷനൊക്കെയാണ് നൽകുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഓൺലൈനിൽ ഉള്ള MBAക്കൊക്കെ ഏതാണ്ട് 20-ൽ പരം സ്പെഷ്യലൈസേഷനുകൾ അല്ലെങ്കിൽ ഇലക്റ്റീവ്സ് ഒക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് MBAക്ക് മാത്രമല്ല, ഈ BCom-ഉം BBA-ക്കും ഒക്കെ ഒട്ടനവധി ഈ സ്പെഷ്യലൈസേഷന് ഇലക്റ്റീവ്സ് ഒക്കെ പല യൂണിവേഴ്സിറ്റികളും നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ബെനിഫിറ്റാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്പെഷ്യലൈസേഷൻ ഇലക്റ്റീവ്സ് എടുക്കാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആഡ് ഓൺസ് ലഭ്യമാവും. ഉദാഹരണത്തിന് BCom വിത്ത് ACCA അല്ലെങ്കിൽ MBA വിത്ത് ഡാറ്റ അനലറ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആഡ് ഓൺസ്. അതല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ചില സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പുകൾ, ഇങ്ങനെ കുറേ അധികം ആഡ് ഓൺസുകൾ പല ഓൺലൈൻ ഡിഗ്രി PG പ്രോഗ്രാംസിനൊപ്പം ലഭ്യമാകുന്നു എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അതുമാത്രവുമല്ല, അപ്ഡേറ്റഡ് സിലബസ്, ഓരോ വർഷവും ചേഞ്ച് ചെയ്യുന്ന സിലബസിൽ നിങ്ങൾക്ക് പഠനം നടത്താം എന്നുള്ള ഒരു അഡ്വാൻറ്റേജും ഓൺലൈൻ പ്രോഗ്രാംസിൽ ലഭ്യമാണ്. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഫീസ് താരതമ്യേന കുറവായിരിക്കും. നിങ്ങൾ ഓർക്കുക, റെഗുലർ പഠനത്തെക്കാൾ ഓൺലൈൻ പഠനത്തിന് ഫീസ് കുറവായിരിക്കും. അതിലും കുറവായിരിക്കും നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ. പക്ഷെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുമ്പോൾ കുറേ അധികം ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഓൺലൈനിൽ പോകുമ്പോൾ റെഗുലറിനേക്കാൾ കുറഞ്ഞ ഫീസിൽ പഠിക്കാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓൺലൈനിൽ പഠിക്കുന്ന MBA പോലെയുള്ള പ്രോഗ്രാംസ് ഒരു 50,000 രൂപ മുതൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും. അത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റി. 2 ലക്ഷം 2.5 ലക്ഷം രൂപ ഒക്കെ ഫീസുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. എന്നാൽ മിനിമം ഒരു 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ ഫീസിൽ MBA അല്ലെങ്കിൽ PG പ്രോഗ്രാംസ് ഒക്കെ പഠിക്കാൻ കഴിയും. UG പ്രോഗ്രാംസ് ആകുമ്പോൾ 3 ഇയർ ആണ്. അവിടെ ഒരു ഫീസ് ഒരു 60,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ഒക്കെ ഫീസിൽ പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം കുറഞ്ഞ ഫീസിൽ പഠിക്കാം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോഴും നിങ്ങളൊരു ഫീസിനേക്കാൾ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു ഓപ്ഷൻ ശ്രദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ചില യൂണിവേഴ്സിറ്റികൾക്ക് ഫീസ് കുറവാണെങ്കിലും അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റികൾക്ക് ഫീസ് കൂടുതലാണെങ്കിലും അവർ ഓൺലൈനിലൂടെ ഒട്ടനവധി ഫീച്ചേഴ്സ് പലപ്പോഴും നൽകാറുണ്ട്. ഉദാഹരണത്തിന് ചില യൂണിവേഴ്സിറ്റികൾ വെർച്വൽ ലാബ് നൽകാറുണ്ട്. അതായത് ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾക്ക് ലാബ് സൗകര്യങ്ങൾ ഉപയോഗിക്കുവാൻ അവസരം നൽകാറുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ പഠനത്തിന് ശേഷം കോൺവക്കേഷൻ പോലും നിങ്ങൾക്ക് അവസരം നൽകാറുണ്ട്. കോൺവക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊപ്പിയൊക്കെ അണിഞ്ഞ് ഡിഗ്രി അവാർഡ് ചെയ്യുന്ന സെറമണി, അതിൽ റെഗുലർ സ്റ്റുഡൻസിനോടൊപ്പം പങ്കെടുക്കുവാൻ വരെ ചില യൂണിവേഴ്സിറ്റികൾ അവസരങ്ങൾ നൽകാറുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ അവരുടെ റെഗുലർ, അതായത് ലക്ഷങ്ങൾ ഫീസ് വാങ്ങിക്കുന്ന MBA പ്രോഗ്രാംസിൻ്റെ ഒക്കെ അതേ ഫാക്കൽറ്റി വെച്ച് ഓൺലൈനിലൂടെ നിങ്ങളെ പഠിപ്പിക്കും. അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സപ്പോർട്ട് തരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്, മെൻറ്ററിങ് സപ്പോർട്ട് തരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം നിങ്ങൾ ഫീസ് മാത്രം നോക്കാതെ എന്തൊക്കെ സപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നതും കൂടി നോക്കിയിട്ട് യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലോ ഫീസിൽ പഠിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണെങ്കിലും ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും കൂടി നോക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അവസാനം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, പലപ്പോഴും റെഗുലർ പഠനത്തിൽ കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ കിട്ടുന്നതിനേക്കാൾ എക്സ്ട്രാ ചില സർവീസുകൾ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പല യൂണിവേഴ്സിറ്റികളിലും എക്സ്ട്രാ ആയിട്ടുള്ള കുറേ സ്കില്ലുകൾ പഠിക്കാനായിട്ട്, ഇപ്പോൾ എനിക്കറിയാം 1-2 യൂണിവേഴ്സിറ്റികൾ ലിങ്ക്ഡിൻ ലേണിങ്ങിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു ലോഗിൻ നൽകുന്നുണ്ട്. അപ്പം ലിങ്ക്ഡിൻ ലേണിങ്ങിലുള്ള കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരുപക്ഷെ പഠിക്കാനായിട്ടുള്ള അവസരം. അതല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മെൻറ്ററിങ്, ഡയറക്റ്റ് ആയിട്ട് നമ്മളെ മെൻറ്റർ ചെയ്യുന്നതിനുള്ള സേവനങ്ങൾ വരെ നൽകുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ റെഗുലർ പഠനത്തേക്കാൾ കുറേ എക്സ്ട്രാസ് പലപ്പോഴും സെലക്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൺലൈനിലൂടെ ലഭ്യമാകും എന്നുള്ള ഒരു അഡ്വാൻറ്റേജുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 10 അഡ്വാൻറ്റേജുകൾ ഓൺലൈൻ ഡിഗ്രിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു ഓൺലൈൻ ഡിഗ്രി പഠനത്തിന് അല്ലെങ്കിൽ ഒരു ഓൺലൈനിലൂടെ ഒരു PG പഠനത്തിനൊക്കെ പോകുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ വേറെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ എല്ലാ കോഴ്സുകളും ഓൺലൈനിലൂടെ പഠിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഒരു BTech
അല്ലെങ്കിൽ BEd ഇതൊന്നും ഓൺലൈനിൽ ലഭ്യമാകുന്നില്ല. കൂടുതൽ കുട്ടികളും ഓപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന PG പ്രോഗ്രാം എന്ന് പറയുമ്പോൾ MBA ഉണ്ട്, MCA ഉണ്ട്, MCOM ഉണ്ട്, MA പോലെയുള്ള പ്രോഗ്രാമുകളാണ്. ഇനി ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ BCom, BBA, BCA, BA ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളാണ് കൂടുതലായിട്ട് ഓൺലൈനിൽ ലഭ്യമാകുക എന്ന് അറിയുക. അതേപോലെ തന്നെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഞാൻ സൂചിപ്പിച്ചു ഒട്ടനവധി യൂണിവേഴ്സിറ്റികളുണ്ടെങ്കിലും ഏതാണ്ട് സെലക്ട് ആയിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് UGCയുടെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ബ്യൂറോ അനുമതി നൽകിയിട്ടുള്ളൂ. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുടെ മാത്രം ഓൺലൈൻ ഡിഗ്രികളും PGകളുമേ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാറുള്ളൂ. അതിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീമുമായിട്ട് സംസാരിക്കുക. ഞാനുമായിട്ട് നേരിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് സൂചിപ്പിച്ചാൽ അതിനുള്ള അവസരങ്ങൾ അവർ നിങ്ങൾക്ക് ഒരുക്കുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയൊക്കെ ഓഫർ ചെയ്യുന്ന ഒരുപക്ഷെ ഫീസിനേക്കാൾ ചിലപ്പോൾ കുറഞ്ഞ ഫീസിൽ പഠിക്കുന്നതിന് ചിലപ്പോൾ സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. അതിനൊക്കെയായിട്ട് ടീമിനെ കോൺടാക്ട് ചെയ്യുക. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകിയേക്കാം, അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ടീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏതായാലും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ലെങ്തിയാണ്, കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള ഓൺലൈനിലൂടെ PG ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് ഈ വർക്കിംഗ് ക്ലാസ് മറ്റ് ജോലികൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഹൗസ് വൈഫ് അല്ലെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കൊണ്ട് സാമ്പത്തിക പ്രശ്നമൊക്കെ കൊണ്ട് റെഗുലർ പഠനമൊക്കെ കഴിയാത്തവർക്കുള്ള നല്ലൊരു ഓപ്ഷനാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു കരിയർ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.